തീവ്ര തമിഴ് ദേശീയവാദികൾ പലപ്പോഴും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. അവരുടെ പലപ്പോഴുമുള്ള വാദമെന്ന് പറയുന്നത്, ഈ മുരുകൻ അല്ലെങ്കിൽ കാർത്തികേയൻ എന്ന് പറയുന്ന ദൈവം പുരാതന തമിഴ് ഗോത്രങ്ങളുടെ, പ്രത്യേകിച്ച് വേട്ടക്കാരുടെ ദൈവമാണ് എന്നും, ആര്യവൽക്കരണത്തിലൂടെയാണ് ഈ മുരുകൻ എന്ന് പറയുന്ന ദൈവം ഹൈന്ദവ ദൈവമായിട്ട് മാറുന്നതും, ബ്രാഹ്മണ്യ സ്വാധീനം മുരുകനെ ശിവന്റെ മകനായും സ്കന്ദനായും കാർത്തികേയനായും ഒക്കെ മാറ്റി എന്നുമൊക്കെയാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവരുടെ ഈ ആര്യനെന്നും ദ്രാവിഡനെന്നുമൊക്കെ മനുഷ്യരെ വേർതിരിക്കുന്ന സകല കള്ളത്തരങ്ങളും പൊളിഞ്ഞിട്ട് കാലം കുറയായി. ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഇന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആര്യ അധിനിവേശം എന്നത് ഒരു കെട്ടുകഥ മാത്രമാണ്. എല്ലാ കാലങ്ങളിലും മനുഷ്യ സമൂഹം ഇടകലർന്ന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെയൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ എത്തുകയും പോവുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു അധിനിവേശം ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഈ മുരുകന്റെ കാര്യം പറഞ്ഞാൽ തന്നെ മുരുകൻ ഒരു തമിഴ് ദൈവം മാത്രമാണെന്ന് ഇവർ ഈ പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളമാണ്. മുരുകനെ കുറിച്ചുള്ള ധാരാളം തെളിവുകൾ നോർത്ത് ഇന്ത്യയിലും സെൻട്രൽ ഏഷ്യയിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. പല കാലഘട്ടങ്ങളിലായിട്ട് പല ഭരണാധികാരികളുടെയും സാമ്രാജ്യങ്ങളുടെയും കീഴിൽ യുദ്ധത്തിന്റെ ദൈവമായിട്ട് മുരുകനെ അല്ലെങ്കിൽ കാർത്തികേയനെ അവർ ആരാധിച്ചിരുന്നു എന്ന് മാത്രമല്ല, അവരുടെയൊക്കെ നാണയങ്ങളിൽ പോലും മുരുകന്റെ ചിത്രം ആലേഖനം ചെയ്തിരുന്നു. യൗദേയർ എന്ന് പറയുന്ന ഒരു വംശം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. പുരാതന ഭാരതത്തിലെ വളരെ ശക്തമായ ഒരു പോരാളി സമൂഹമായിരുന്നു യൗദേയർ എന്ന് പറയുന്നത്. വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ സാമ്രാജ്യം നിലനിന്നിരുന്നത്. യൗദേയർ എന്ന പേര് യുദ്ധം എന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണ്. ഇവർ ഒരു റിപ്പബ്ലിക് പോലെയായിരുന്നു. ഒരു പ്രത്യേക രാജാവിന് കീഴിലല്ലാതെ ഒരു കൂട്ടം ആളുകളാൽ ഭരിക്കപ്പെട്ടിരുന്ന ഒരു സ്വതന്ത്ര ജനാധിപത്യ സ്വഭാവമുള്ള ഒരു രാജ്യമായിരുന്നു യൗദേയരുടേത്. മഹാഭാരതത്തിലും പാണിനിയുടെ അഷ്ടാധ്യായിലും ഇവരെക്കുറിച്ച് പരാമർശവുമുണ്ട്. യൗദേയരുടെ പ്രധാന ആരാധനാമൂർത്തി എന്ന് പറയുന്നത് കാർത്തികേയനാണ്. കാർത്തികേയൻ ദേവസേനാപതി അഥവാ യുദ്ധത്തിന്റെ ദൈവമായതുകൊണ്ട് തന്നെ ഒരു പോരാളി സമൂഹം എന്ന നിലയിൽ അവർ അദ്ദേഹത്തെ തങ്ങളുടെ പരമാധികാരിയായിട്ട് കണക്കാക്കുന്നു. തങ്ങളുടെ രാജ്യം കാർത്തികേയന് സമർപ്പിക്കപ്പെട്ടു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവരുടെ നാണയങ്ങളിൽ കാർത്തികേയന്റെ രൂപവും ബ്രഹ്മണ്യദേവ എന്ന ലിഖിതവും കാണാം. ബ്രഹ്മണ്യദേവ എന്ന് പറഞ്ഞാൽ കാർത്തികേയന്റെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന മറ്റൊരു പേരാണ്. ഇത്തരം നാണയങ്ങളെല്ലാം തന്നെ പിൽക്കാലത്ത് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് വെറും ഒരു കെട്ടുകഥയാണ് എന്ന് പറയാൻ അതുകൊണ്ട് കഴിയില്ല. ഇത് ചരിത്രപരമായിട്ട് ജീവിച്ചിരുന്ന സമൂഹമായിരുന്നു. അവരുടെ കാലത്തുണ്ടായിരുന്ന നാണയങ്ങളടക്കം കണ്ടെത്തിയിട്ടുമുണ്ട്. യഹൂദയരുടെ ചരിത്രം മനസ്സിലാക്കാൻ ഏറ്റവും വലിയ തെളിവാണ് അവരുടെ നാണയങ്ങൾ എന്ന് പറയുന്നത്. നാണയങ്ങളുടെ ഒരു വശത്ത് കാർത്തികേയൻ കയ്യില് വേലുമായിട്ട് നിൽക്കുന്ന ഒരു രൂപം കാണാം. ചില നാണയങ്ങളിൽ 6 തലയുള്ള കാർത്തികേയനെയും അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. 6 തലയുള്ള കാർത്തികേയൻ ഷൺമുഖൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ നിന്നെല്ലാം തമിഴ്നാട്ടിൽ മാത്രമല്ല, പുരാതന കാലത്ത് നോർത്ത് ഇന്ത്യയിലും ഈവൻ സെൻട്രൽ ഏഷ്യയിൽ വരെ പല സാമ്രാജ്യങ്ങളുടെ ഭാഗമായിട്ട് കാർത്തികേയൻ അല്ലെങ്കിൽ മുരുകൻ എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നതായി കാണാൻ കഴിയും. യൗദേയരുടെ ചിഹ്നങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ മയിൽ എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ്. കാർത്തികേയന്റെ വാഹനം കൂടിയാണ് മയിൽ. ലക്ഷ്മി ദേവി, ത്രിശൂലം തുടങ്ങിയ ചിഹ്നങ്ങളും നാണയങ്ങളിൽ അന്ന് സാധാരണമായി തന്നെ ഉണ്ടായിരുന്നു. നാണയങ്ങളിൽ ബ്രാഹ്മി ലിപിയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പ്രധാന അവരുടെ വാചകം എന്ന് പറയുന്നത് യൗദേയ ഗണസ്യ ജയ എന്നായിരുന്നു. യൗദേയ ഗണത്തിന് വിജയം എന്ന രീതിയിൽ ഈ വാചകം അവരുടെ നാണയങ്ങളിൽ പതിവായിട്ട് കാണാമായിരുന്നു. ഇത് അവരുടെ ഐക്യത്തെയും വിജയത്തെയും സൂചിപ്പിക്കുന്നതുമായിരുന്നു. കുശാന സാമ്രാജ്യത്തെ പുറത്താക്കുന്നതിൽ യൗദേയർ വലിയ പങ്കും വഹിച്ചിട്ടുണ്ട്. അവരുടെ മികവിനെ കുറിച്ച്, സൈനിക മികവിനെ കുറിച്ച് രുദ്രമാമൻ ഒന്നാമന്റെ ജുനഗഡ് ശിലാശാസനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ക്ഷത്രിയർക്കിടയിലെ അതിശക്തരായ പോരാളികളായിട്ടാണ് അദ്ദേഹം യൗദേയരെ വിശേഷിപ്പിക്കുന്നത്. ഇനി യൗദേയർ എത്ര കാലം മുൻപാണ് ജീവിച്ചിരുന്നത് എന്നതായിരിക്കാം പലരുടെയും സംശയം. യൗദേയരെ കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മുടെ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 5-ാം നൂറ്റാണ്ട് മുതൽ തന്നെ, കൃത്യമായി പറഞ്ഞാൽ 2500 വർഷം മുമ്പ് തന്നെ യൗദേയർ എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. BC 5-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത വ്യാകരണ പണ്ഡിതനായിട്ടുള്ള
പാണിനിയുടെ കൃതികളിലാണ് പ്രധാനമായും നമുക്ക് അക്കാലത്തെ ഇവരെ കുറിച്ച് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ അഷ്ടാധ്യായില് ഇവരെ ഒരു ആയുധ ജീവി സംഘം അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്ന പോരാളികളുടെ സമൂഹം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇതിൽ നിന്ന് BC 500 മുൻപേ തന്നെ ഇവർ ഒരു സമുദായം എന്ന നിലയിൽ ശക്തി പ്രാപിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. പക്ഷെ ഇതിനും മുമ്പ് തന്നെ ഈ ഒരു മനുഷ്യ സമൂഹം യൗദേയർ ഉണ്ടായിരുന്നു എന്ന് കാണാം. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ യൗദേയരെ കുറിച്ച് പരാമർശമുണ്ട്. യൗദേയർ പാണ്ഡവനായിട്ടുള്ള യുധിഷ്ഠിരന്റെ മകൻ യൗധേയനിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് എന്നാണ് കരുതപ്പെടുന്നത്. മഹാഭാരതത്തിലെ പാണ്ഡവരുടെ ദിഗ്വിജയ യാത്രകളില് ഇവരെ പരാജയപ്പെടുത്തിയതായുള്ള പരാമർശവും കാണാം. ഇത് ഇവരുടെ ഉത്ഭവം അതിപുരാതനമായിരുന്നു എന്ന സൂചന നൽകുന്നുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് ഇവർ മൗര്യ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ BC 2-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യം തകർന്നതോടെ യൗദേയർ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ഗണശക്തിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഈ കാലഘട്ടത്തിൽ ഇവർ സ്വന്തമായിട്ട് നാണയങ്ങളും പുറത്തിറക്കാൻ തുടങ്ങി. ക്രിസ്തുവർഷം 2-ാം നൂറ്റാണ്ടില് കുശാനരെ പരാജയപ്പെടുത്തിക്കൊണ്ട് വടക്കേ ഇന്ത്യയിൽ ഇവർ വലിയ അധികാരം സ്ഥാപിക്കുന്നൊക്കെയുണ്ട്. ഹരിയാനയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട അന്നത്തെ കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് ഇവരുടെ തുടക്കം BC 500 മുൻപ് ഗോത്രവർഗമായിട്ടാണ്. ഇവർ ശക്തി പ്രാപിക്കുന്നത് BC 200-കളോടെയാണ്. അത് ക്രിസ്തുവർഷം ഏതാണ്ട് BC 350 വരെയും ഇവർ വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നു. എന്നാൽ പിന്നീട് ഗുപ്തന്മാരുമായിട്ടുള്ള യുദ്ധങ്ങളിലാണ് ഇവർ പിന്നീട് പരാജയപ്പെടുന്നതും ഇവർ ഏതാണ്ട് ഗുപ്തർക്ക് അധീനപ്പെടുന്നതും. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടോടെ ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഉദയത്തോടെ യൗധേയരുടെ പ്രതാപം മങ്ങുകയും സമുദ്രഗുപ്തൻ ഇവരെ പരാജയപ്പെടുത്തുകയും തന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. അതോടെ ഒരു സ്വതന്ത്ര ഗണസംഘം എന്ന നിലയിലുള്ള ഇവരുടെ നിലനിൽപ്പ് അവസാനിച്ചു. എന്നാൽ അവർ തുടർന്നും ഈ ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ പുരാതന ഭാരതത്തിലെ ധീരതയുടെയും സ്വയം ഭരണത്തിന്റെയും പ്രതീകമായിരുന്നു യൗധേയർ. കാർത്തികേയനോടുള്ള ഇവരുടെ ഭക്തിയും അതുല്യമായ ഇവരുടെ നാണയശേഖരവും ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഈ യൗധേയരെ കുറിച്ച് ഞാൻ ഇവിടെ പരാമർശിക്കാനുണ്ടായ പ്രധാന സാഹചര്യം സൗത്ത് ഇന്ത്യയിലെ മാത്രം ഒരു ദൈവമാണ് കാർത്തികേയൻ അല്ലെങ്കിൽ മുരുകൻ എന്ന നിലയ്ക്ക് സമീപകാലത്തായിട്ട് വ്യാജ പ്രചാരണം പല തമിഴ് ദേശീയവാദികളും നടത്തിയിരുന്നു. ഇത് പച്ച കള്ളമാണ് എന്ന് മാത്രമല്ല, യൗധേയരുടെ കാലഘട്ടത്തും കുശാന സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ പോലും കാർത്തികേയന്റെ രൂപങ്ങളുള്ള നാണയങ്ങൾ പുറത്തിറക്കപ്പെട്ടിരുന്നു. അതിനർത്ഥമെന്ന് പറയുന്നത് തമിഴ് ദൈവം മാത്രമല്ല ഈ മുരുകൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നിന്ന ഒന്നായിരുന്നില്ല. അതേസമയം രാജ്യത്തൊട്ടാകെ പല പേരുകളിൽ പല രൂപങ്ങളിൽ അത് നിലനിന്നിരുന്നു. അത് ദൈവവിശ്വാസമാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കേരളത്തില് ജീസസിനെ വിളിക്കുന്നത് യേശു എന്നാണ്, യേശു ക്രിസ്തു എന്നാണ്. അതേ സമയത്ത് ജീസസ് എന്നാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതിപ്പോ നമ്മള് സ്പാനിഷ് ഭാഷയിലാണെന്നുണ്ടെങ്കിൽ ഹെസൂസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജെ എന്നത് അവിടെ ഹ എന്നാണ് ഉച്ചരിക്കുന്നത്. അതേ സമയത്ത് റഷ്യൻ ഭാഷയിലാണെങ്കിൽ യേശു അറിയപ്പെടുന്നത് ഇയൂസൂസ് എന്നാണ്. അതേ സമയത്ത് ചൈനയിൽ അറിയപ്പെടുന്നത് യേസു എന്നാണ്. അതുപോലെ ഹിന്ദിയിൽ അറിയപ്പെടുന്നത് ഈസ മസീഹ് എന്നാണ്. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ അരാമിക് ഭാഷയിൽ ഈശോ എന്ന് വിളിക്കും, ഗ്രീക്കില് ഇയേസൂസ് എന്ന് വിളിക്കും, ലാറ്റിനില് അതുപോലെ തന്നെ വിളിക്കും, അറബിക്കില് ഈസ എന്ന് വിളിക്കും. അപ്പോ പല പേരുകളിലാണ് വിളിക്കുന്നത് എങ്കിലും യേശു അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്ന എല്ലാം ഒന്ന് തന്നെയാണ്. അതുപോലെ തമിഴന്മാര് ചിലപ്പോ മുരുകൻ എന്ന് വിളിച്ചു കാണും, ഉത്തരേന്ത്യക്കാര് കാർത്തികേയൻ എന്ന് വിളിച്ചു കാണും, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പേരിൽ വിളിച്ചു കാണും. പക്ഷെ കാർത്തികേയനും മുരുകനും എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇത് ഇന്ത്യയിൽ പുരാതന കാലത്ത് പലപ്പോഴും നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടും. കുറെ കാലങ്ങൾക്കിപ്പുറം നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് ചരിത്രകാരന്മാർക്കിടയിൽ ചിലപ്പോൾ ഇതൊരു തർക്ക വിഷയമായിട്ട് മാറാം. 1000 വർഷം കഴിയുമ്പോൾ, ഞാനിപ്പോ ജീസസിന്റെ എക്സാമ്പിൾ പറഞ്ഞത് ഇന്നത്തെ ഒരു കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 1000 വർഷങ്ങൾ കഴിയുമ്പോൾ അക്കാലത്തെ ചരിത്രകാരന്മാർ യേശുവും അല്ലെങ്കിൽ ജീസസും രണ്ടാണോ എന്ന സംശയമായിരിക്കും മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നല്ല, രണ്ടാണെന്ന് പറയുന്നവരുണ്ടാവാം. കാരണം മനുഷ്യ സമൂഹം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ ദൈവങ്ങൾ വരാം, കൾച്ചർ മാറാം, അല്ലെങ്കിൽ പുതിയ വിശ്വാസങ്ങൾ വരാം. ചിലപ്പോൾ ഭാവിയിൽ ഏലിയൻസിനെ ആരാധിക്കാൻ ദൈവം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഇന്നത്തെ ദൈവങ്ങളൊക്കെ ആർക്കും വേണ്ടാതാവാം. ഇതൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഒരു കൾച്ചറിനെ നമ്മൾ ഏതെങ്കിലും ഒരൊറ്റ ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കാലത്ത് അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയും ഒരേ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ഇതേ കൾച്ചറിൽ ഒരു സംസ്കാരത്തിലും പെടാതെ ആരാലും അറിയപ്പെടാതെ ജീവിച്ചു പോയ മനുഷ്യരും കാണും. ഒരു സംസ്കാരത്തിന്റെ ഭാഗമല്ലാതെ ഈ പറയുന്ന ദൈവങ്ങളെ കുറിച്ച് ഒന്നും യാതൊരു അറിവുമില്ലാതെ
ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ മനുഷ്യ സമൂഹങ്ങളും ഉണ്ടാവാം. ഈ തമിഴ് ദേശീയവാദികൾ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്തും നോർത്തും രണ്ട് ഡിഫറെന്റ് കൾച്ചറാണെന്നാണ്. അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ ഈ ഒരു വിഷയം തന്നെ നമ്മൾ ചർച്ചയാക്കിയത്. യൗധേയർ എന്ന് പറയുന്നത് അതിന്റെ ഒരു തെളിവാണ്. ഇപ്പം എങ്ങനെയാണോ സൗത്ത് പാർട്ടിൽ വലിയ രീതിയിൽ ഈ മുരുകനെ ആരാധിച്ചിരുന്നത്, അതുപോലെ തന്നെ നോർത്ത് ഭാഗത്തും മുരുകൻ ആരാധിക്കപ്പെട്ടിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യൗധേയർ എന്ന് പറയുന്ന മുരുകസേന. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.